ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഫുഡ് വൈബ്സ്. അപ്പോൾ ഇവിടെ ഇന്ന് ഫ്രൈഡേ ആണ്. നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇന്ന് വീട്ടിലല്ല, നമ്മുടെ സാധാ നോർമൽ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല. ഇന്ന് നമ്മൾ മെക്ഡിയിലാണ് എത്തിയിരിക്കുന്നത്. മെക്ഡൊണാൾഡ്സിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല, നമ്മളിതിന് മുന്നേയും കഴിച്ചിട്ടുണ്ട്, പക്ഷേ അതൊരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മെക്ഡൊണാൾഡ്സിൽ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് കിട്ടുകയെന്ന് നോക്കിയാലോ. നമ്മൾ ഓൾഡ് എയർപോർട്ടിലുള്ള മെക്ഡൊണാൾഡ്സിലാണ്. ഇവിടെ ഇങ്ങനെ പുറത്തൊക്കെ നിറയെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദോഹയിൽ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് രാവിലെ പുറത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മെക്ഡി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണല്ലേ. എന്തൊക്കെയാണെന്ന് പറയുമോ? ദിസ് ഈസ് പാൻ കേക്ക്, അതിൻ്റെ കൂടെ സിറപ്പ് ഉണ്ട് അല്ലേ? ഇത് സിറപ്പല്ലേ? ആൻഡ് ഇതെന്താ? സ്ക്രാമ്പിൾഡ് എഗ്സ്, പിന്നെ അതൊരു ഇംഗ്ലീഷ് മഫിൻ എന്ന് പറയും. അതിലിപ്പം ബട്ടറും ജാമും ഉണ്ട്. ബട്ടർ ആൻഡ് ജാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെക്ഡിയിലത്തെ ഫേമസ് ഹാഷ് ബ്രൗൺസ്. പിന്നെ ഇവിടെ 2 ടൈപ്പ് സാൻഡ്വിച്ചസ് ആണ്. ഇതിലൊന്ന് എഗ്ഗും ഹാഷ് ബ്രൗണും ഹാമും ഉള്ളൊരു റാപ്പാണിത്. ബ്രേക്ക്ഫാസ്റ്റ് റാപ്പ് എന്ന് പറയും. ഇത് സോസേജ് മെക്മഫിൻ വിത്ത് എഗ്. സോസേജ് മെക്മഫിൻ. എന്താ അതിൻ്റെ ഉള്ളിലുള്ളത്? ഒരു ബീഫിൻ്റെ ഒരു പാറ്റി ഉണ്ട്, പിന്നെ ഒരു സ്ലൈസ് എഗ്ഗ്, ചീസ്, പിന്നെ അച്ഛൻ്റെ മറ്റേ ഇതിലുണ്ടായിരുന്ന സെയിം മഫിനാണിത്. ഇത്രയാണ് അല്ലേ? ഇതിൻ്റെ കൂടെ കോഫി ഉണ്ട്. നമ്മൾ എന്ത് പറയുമ്പോഴാണ് കോഫി കിട്ടുക? എന്തായിരുന്നു ഇത്? ഇത് സൺഷൈൻ ഡിലൈറ്റും മെക് ഡിലൈറ്റ്, പിന്നെ ഒന്ന് ഒരു മെക് സൺഷൈൻ ആണ്. രണ്ടിൻ്റെ കൂടെ പാൻ കേക്ക് ഉണ്ട്. ഒന്നിൽ സ്ക്രാമ്പിൾഡ് എഗ് ഇല്ലാന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഒരു കോഫി ഫ്രീ ആണ് അല്ലേ? കോഫി അത് ഇതാണ് കോംബോ ആണ്. ഓക്കെ. അച്ചു വേറൊരു കോഫി പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണത്? ലാറ്റെ. മേപ്പിൾ സിറപ്പാണ് പാൻ കേക്കിൻ്റെ കൂടെ നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിക്കാം. പറയൂ, എങ്ങനെ ഉണ്ട്? ഞാൻ കഴിക്കുന്നത്
ഹാം എഗ് ആൻഡ് ഹാഷ് ബ്രൗൺ വിത്ത് ചീസ് റാപ്പാണ്. അപ്പോൾ ഇത് ഹാഷ് ബ്രൗൺസ് നല്ല ക്രിസ്പിയാണ്, എഗ്സ് നല്ല ഫ്ലഫിയാണ്. പിന്നെ ഹാമിൻ്റെ ഒരു സോൾട്ടിനെസ് വരുന്നുണ്ട്, അതും ആ ചീസും കൂടി വരുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. ഓക്കെ, എന്തായിരുന്നു സംഗതി? പിന്നെ ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗും എപ്പോൾ കഴിച്ചത്, പിന്നെ ഒരു ബീഫിൻ്റെ പാറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ നമ്മളായിട്ടൊന്ന് കുറച്ച് മോഡിഫൈ ചെയ്യണം അല്ലേ, ഉപ്പും കുരുമുളകും ഒക്കെ ഇടണം. പക്ഷെ ഇവിടുത്തെ ഹാഷ് ബ്രൗൺസ് നല്ല സൂപ്പറാണ് അല്ലേ. പാൻ കേക്ക്സ് എങ്ങനെ ഉണ്ട് ഏട്ടാ? ഒന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ, ഇല്ല സംഭവമൊന്നുമല്ല. നമ്മൾ ഹൈ ഹോപ്പിന്നൊക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ കഴിക്കുന്ന പാൻ കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലഫി ആയിരിക്കും. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ. പക്ഷെ ഒരു വെറൈറ്റി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഫുഡല്ലേ, പ്രോപ്പർ റെസ്റ്റോറൻ്റ് അല്ലല്ലോ. ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒരു മിനിമൽ ബഡ്ജറ്റിൽ നമുക്കൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ട്രൈ ചെയ്തിട്ട് പോവാം അല്ലേ. വലിയ വലിയ റെസ്റ്റോറൻറ്റ്സിൽ കിട്ടുന്ന പോലെയല്ല, പക്ഷെ എന്നാലും ഗുഡ്. പക്ഷെ ഹാഷ് ബ്രൗൺസ് അടിപൊളി. അപ്പോൾ എൻ്റെ റാപ്പ് കഴിഞ്ഞു. ഇനി ഞാൻ സോസേജ് എഗ് മഫിൻ കഴിച്ചു നോക്കാം. ഏകദേശം സിമിലർ ടേസ്റ്റാണ്, ജസ്റ്റ് ബ്രെഡ് ഡിഫറൻസ് ഉണ്ട്. ഈ ബ്രെഡ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഡ്രൈ ബ്രെഡാണ്, പക്ഷെ നല്ലൊരു അതിനൊരു ആ ബ്രെഡിന് തന്നെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ട്. എനിക്ക് പാൻ കേക്ക് ഇഷ്ടമായി കേട്ടോ. നല്ല സിറപ്പിലൊക്കെ സോക്ക് ചെയ്തിട്ട് കഴിക്കാൻ കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. അപ്പോൾ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു മക്ഡൊണാൾഡ്സ് ബ്രേക്ക്ഫാസ്റ്റ്? കുഴപ്പമില്ലായിരുന്നു, ഒരു വെറൈറ്റി അത്രേ ഉള്ളൂ. അല്ല അത് വലിയൊരു എനിക്കങ്ങനെ എന്താ പറയുക. ഓക്കെ, ഹാഷ് ബ്രൗൺ സൂപ്പറായിരുന്നു. ബാക്കിയെല്ലാം ഒരു നോർമൽ ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗും ഇതൊക്കെ അല്ലേ. പാറ്റീസൊക്കെ നമ്മൾ മെക്ഡൊണാൾഡ്സിൻ്റെ ബർഗറിൽ കഴിക്കുന്ന അതേ പാറ്റി തന്നെയാണ്. പിന്നെ പാൻ കേക്ക് എനിക്ക് പാൻ കേക്ക് ഇഷ്ടമായിട്ടോ. എനിക്ക് പാൻ കേക്ക് വലിയൊരു സംഭവമായിട്ടും തോന്നിയില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര ഫ്ലഫി ഒന്നും അല്ല. പക്ഷെ എന്നാലും ആ സിറപ്പ് ഒഴിച്ചിട്ട് ഒരു ടേസ്റ്റ് ഉണ്ട്. പാൻ കേക്ക് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലഫി ആയിരിക്കും. അത് വേറെ റെസ്റ്റോറൻറ്റ്സ് കഴിച്ചിട്ട് ഉള്ളത് കൊണ്ടാണ്. ഇത് ഞാൻ പറയാം, നമ്മളിപ്പോ എന്നും നമ്മൾ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വല്ലപ്പോഴും ഒരു വെറൈറ്റിക്ക് നമുക്കൊരു മിനിമൽ ബഡ്ജറ്റിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഇതാണ് മെക്ഡി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരുപാട് സംഭവമാണെന്നോ ഒന്നും പറയുന്നില്ല, ഒരു നോർമൽ. നല്ല മീൻസ് തിരക്കുള്ളപ്പോ ഒക്കെ വേഗം ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അതെ, ഡ്രൈവ് ത്രൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടും. ഓർഡർ ചെയ്താലും അതെ കേട്ടോ, ഇവിടെ നമ്മൾ വന്നിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് കിട്ടും. അതിൽ വേറൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ വലിയ ക്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമേറ്റഡ് ഓർഡറിംഗ് മെഷീൻ ഉണ്ട്. അതിൽ തന്നെ ഓർഡർ ചെയ്താലും നമുക്ക് അവിടെ തന്നെ പേ ചെയ്യാം. ക്യാഷ് അല്ല, കാർഡ് കൊണ്ട് പേ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യമൊക്കെ ഉണ്ട് ഇതിൽ. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്യൂവിൽ വെയിറ്റ് ചെയ്ത ആൾക്കാർ വന്ന് പിന്നെ അത് ഓർഡർ എടുക്കണം. ആ നേരം കൊണ്ട് നമുക്ക് സ്ക്രീനിൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേഗം അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടാൻ എളുപ്പം കിട്ടും. അങ്ങനെ അപ്പൊ നമ്മൾ 3 പേരും കഴിച്ചിട്ട് ഇപ്പൊ എത്രയായി? ഏകദേശം 3 നേരം കഴിച്ചിട്ട് ഓൾമോസ്റ്റ് 70 റിയാലായി. ഞങ്ങൾ 3 പേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. അത് കോഫി അവൻ എക്സ്ട്രാ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹാഷ് ബ്രൗൺസ് എക്സ്ട്രാ ഓർഡർ ചെയ്തു. ഇവിടുത്തെ ഹാഷ് ബ്രൗൺസ് നല്ല സൂപ്പറാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലാണ്ട് എപ്പോഴെങ്കിലും വരികയാണെങ്കിലും ഹാഷ് ബ്രൗൺസ് കിട്ടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഹാഷ് ബ്രൗൺസ് എന്തായാലും ഹാഷ് ബ്രൗൺസ് മാത്രമായിട്ടും മേടിക്കാം. അതെ, ഹാഷ് ബ്രൗൺസ് മാത്രമായിട്ടും. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ലിമിറ്റഡ് ടൈം വരെ ഉള്ളൂ, 11:30 ആണ് യൂഷ്വലി. എപ്പോഴാ തുറക്കുക? മുന്നേ 24 hours ആണ്. രാവിലെ 6 മണിക്ക് തൊട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് നമുക്ക് കിട്ടാറുണ്ട്. 5 മണിക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാറുണ്ട് ഇവിടെ.
പക്ഷെ അത് 11:30 വരെ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അവരുടെ നോർമൽ മറ്റേ ബർഗേഴ്സും അതൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ല. ലഞ്ച് മെനു പിന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും എന്താ പറയാ, ഇങ്ങനത്തെ വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വല്ലപ്പോഴും വന്നിട്ടൊന്ന് മെക്ഡി ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ ഒരുപാട് സംഭവം ഒന്നും ഞങ്ങളും പറയുന്നില്ല, പക്ഷെ എന്നാലും ഒരു ചേഞ്ച് ഓഫ് ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ലേസി ഫ്രൈഡേ മോർണിംഗ് ആണെങ്കിൽ ഒന്നും ഉണ്ടാക്കണ്ട, പെട്ടെന്ന് പോയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചു വന്നിട്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പ്രിപ്പറേഷനും ഒക്കെ ഉള്ള സമയമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് രാവിലെ വന്നിട്ട് FFCയുടെ അടുത്തുള്ള എയർപോർട്ട് റോഡിൽ FFC അടുത്തുള്ള മെക്ഡോണൾഡ്സിലാണ് പോയത്. കാരണം നമ്മുടെ വീടിന്റെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 minutes ഡ്രൈവ് ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ ഒരു പ്ലേ ഏരിയ എന്നൊക്കെ പറഞ്ഞ പിള്ളേർക്ക് കുറച്ച് എന്താ പറയാ, അവരെ എന്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടെയാണ്, ഒരു പ്ലേ ഏരിയ കൊണ്ടുള്ളൂ. പിന്നെ ഷോപ്പിങ്ങിന് പെട്ടെന്ന് FFC പോയിട്ട് സാധനങ്ങൾ വാങ്ങാം. ഉച്ചയ്ക്ക് ഫ്രൈഡേ ഉച്ചത്തേക്കുള്ള വല്ല സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ FFCന്ന് ഷോപ്പ് ചെയ്യാം. അപ്പൊ തന്നെ ഇവിടെ രാവിലെ തന്നെ വരുന്നത് കഴിഞ്ഞാൽ FFCയിലും തിരക്കുണ്ടാവില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പോയി, ഷോപ്പിംഗ് പോയി, പിന്നെ ഉച്ചയ്ക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ലഞ്ച് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മക്ഡൊണാൾഡ്സ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ട്രൈ ചെയ്യേണ്ടവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും. വീണ്ടും നമുക്ക് അടുത്ത ഫുഡ് റിവ്യൂ അല്ലെങ്കിൽ റെസിപ്പിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.